ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി തന്നെ S23 അൾട്രേൻ്റെ നമ്മുടെ നവംബർ എഡീഷനിലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ റിവ്യൂ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നമ്മൾ കമൻറ്റ് ചെയ്താണ് നമുക്ക് S23ൻ്റെ ഇതേപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ വീഡിയോ വേണമെന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് പനിയും സംഭവമൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷനും കാര്യമൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ചെറിയൊരു സൗണ്ട് ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഒന്ന് ക്ഷമിക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്തവരെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മളിതിൽ ന്യൂസുകളാണ്, ഗാഡ്ജറ്റ് ന്യൂസ്, ഫൈനാൻസ് ന്യൂസ്, ഗാഡ്ജറ്റ് കമ്പാരിസൺ, അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളാണ് ചെയ്ത് മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മുടെ ടെലിഗ്രാം ചാനലിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളെല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ്, കമൻസിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ രണ്ടും ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ S23. നോർമൽ നമ്മുടെ S23 സീരീസ് 256 GB വേരിയൻ്റാണ്, ഗ്രീൻ കളർ മോഡലാണ് കണ്ടു. അപ്പോൾ ഇതിപ്പോൾ കേസ് ഞാനുണ്ട്. അപ്പോൾ ഞാൻ കേസ് ഒന്ന് ഊരാം. ഞാൻ കേസ് ഒന്ന് ഊരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനൊരു എന്താ പറയുക, ഒരു ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ S23 അൾട്രാ സോണിക് ഫിംഗർ പ്രിൻറ്റ്സ് ഉള്ള എല്ലാ മോഡലുകൾക്കും ഈ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഫിംഗർ പ്രിൻറ്റ് റീഡ് ചെയ്യാനുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അൾട്രയ്ക്ക് ടെമ്പർ ഗ്ലാസ് എല്ലാം ഒട്ടിച്ചേക്കുന്നത്, ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കാൻ മറക്കണ്ട. അപ്പോൾ അത് അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് ഇഷ്യൂസാണ്, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് വെച്ചാലും ഇടയ്ക്ക് നല്ല കുറച്ച് അമർത്തി പ്രസ് ചെയ്താൽ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. സെയിം അപ്ഡേറ്റ് ആണ് നമ്മുടെ S23 അൾട്രയിൽ വന്നിട്ടുണ്ടായിരുന്നത്. സൈസ് വരുമ്പോൾ 576-600 MB അതേ സെയിം സാധനം തന്നെയാണ് നമുക്ക് അൾട്ര സീരീസിലും വന്നിട്ടുണ്ടായിരുന്നത്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ അതിൽ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സാംസങ് സ്റ്റോറിൽ പോയിട്ട് ഇവരുടെ സ്റ്റോക്ക് ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ അവർ സ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ S23 സീരീസിൽ അവരത് പറഞ്ഞിട്ടില്ല. പക്ഷേ S23 അൾട്രാ സീരീസിൽ അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. അവർ നമുക്ക് കുറേ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ക്യാമറ ആപ്പ് വരെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്യാൻ മറക്കണ്ട. S23 ആയാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ ചിലപ്പോൾ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നവംബറിലത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിത് ഈ S23 അപ്ഡേറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 വീക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചേഞ്ചസ് ഫേസ് ചെയ്യുന്നത്, ബാറ്ററി ബാക്കപ്പ് ചെറുതായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു 30 minutes to 45 minutes ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് സ്ക്രീൻ ഓൺ ടൈമിൽ വന്ന പോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി എന്താ പറയുക, ഡ്രെയിനിങ്ങും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നോർമലി വരുന്ന ലാസ്റ്റ് അപ്ഡേറ്റിന് വന്നതിന് ശേഷം നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ചെറുതായിട്ടുണ്ടായിരുന്നു, അതും കുറഞ്ഞിട്ടുണ്ട്. അതും എനിക്ക് തോന്നുന്ന ബഗ് ഫിക്സ് ഇഷ്യൂ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ അപ്ഡേറ്റിൽ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും പിന്നെ ബഗ് ഫിക്സുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബഗ് ഫിക്സിൽ ഈ സാധനം ഇഷ്യൂ എന്താ പറയുക, സോൾവ് ആയിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഈ 2 മെയിൻ അപ്ഡേറ്റുകളാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അവർക്ക് ക്യാമറ ഡീഗ്രഡേഷൻ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അപ്ഡേറ്റിൽ നമുക്ക് ക്യാമറ ഡീഗ്രഡേഷൻ ഒന്നും ഇതിലായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ക്യാമറ കാണിച്ചുതരാം. ഡീഗ്രഡേഷനും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ വീഡിയോയിലായിക്കോട്ടെ, ഇത് വീഡിയോ ആണ് വീഡിയോയിലായിക്കോട്ടെ, ക്യാമറയിലായിക്കോട്ടെ. അതുപോലെ ചിലർക്ക് സൂമിങ് ക്വാളിറ്റിയിൽ. പക്ഷേ ഈ നവംബർ അപ്ഡേറ്റിൽ ക്യാമറയുടെ സൈഡിലത്തെ ഒരു ഡീഗ്രഡേഷനും സംഭവമൊന്നും വന്നിട്ടില്ല. അത് റിപ്പോർട്ടും ആയിട്ടില്ല. ക്യാമറ ഇഷ്യൂസും ഇതുവരെയായിട്ടൊന്നും റിപ്പോർട്ടായിട്ടില്ല. എന്നാൽ മെയിനായിട്ട് ബഗ് ഫിക്സുകൾ തന്നെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നവംബർ അപ്ഡേറ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ വാറണ്ടിയിലാണെങ്കിൽ, എന്താ വെച്ചാൽ ഔട്ട് ഓഫ് വാറണ്ടി ഡിവൈസുകളാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അത് സാംസങ് ആയാലും ഐഫോൺ ആയാലും വൺ പ്ലസ് ഇപ്പോൾ ലേറ്റസ്റ്റ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നിങ്ങൾ കേട്ടണമെന്ന് അറിഞ്ഞില്ല. ലൈഫ് ടൈം വാറണ്ടി അവർ ഗ്രീൻ ലൈൻ ഇഷ്യൂന് കൊടുത്തിട്ടുണ്ട്. കണ്ടുപിടിക്കണം വേറെ ബ്രാൻഡുകളൊക്കെ, സാംസങ് ആയിക്കോട്ടെ. ഐഫോൺ പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല, വന്നു അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒന്നാമതാവന്മാർക്ക് ഇവിടെ ഒന്നും സർവീസ് സെൻ്ററുകളില്ല. ഞാൻ 13 സീരീസ് മാറ്റിയിട്ട് ഇപ്പോൾ 15 സീരീസിലേക്ക് മെയിൻ ഇടാനുള്ള കാരണം തന്നെ അതായിരുന്നു, വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വൈറ്റ് സ്ക്രീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്ഗ്രേഡ് എന്താ പറയുക, എക്സ്ചേഞ്ച് ചെയ്യേണ്ടായിരുന്നേ. എന്താ വെച്ചാൽ ഇവർക്കൊന്നും ഇവിടെ നമ്മുടെ തൃശ്ശൂർ കേരളത്തിൽ പോലും അവർക്ക് സർവീസ് സെൻ്റർ ഇല്ല ഡയറക്റ്റ്, എല്ലാം ഈ ഏജൻസികളാണ്. എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ എൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഞാൻ ആ 13 സീരീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഷോപ്പിൽ നിന്നായിരുന്നു, ഡയറക്റ്റ് ഇമാജിൻ്റെ ഷോപ്പിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് എനിക്ക് അവിടെ തന്നെ ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട്. മെയിനായിട്ടൊന്നും ഇപ്പോൾ 4 സ്ഥലത്തും കൂടിയും ഐഫോൺസിൻ്റെ മെയിൻ അവരുടെ ബ്രാൻഡ് ഷോറൂമുകളും സർവീസ് സെൻ്ററും വരുന്ന പറഞ്ഞിരിക്കുന്നത്. അതിൽ ബാംഗ്ലൂർ ഉണ്ട്, ചെന്നൈ ഉണ്ട്, പിന്നെ 2 നോർത്ത് സ്റ്റേറ്റുകളാണുള്ളത്. അപ്പോൾ അതിലും നമ്മുടെ കേരളമൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം നിങ്ങൾ മിക്ക ആൾക്കാർ ഇപ്പോൾ ഓൺലൈൻ ആയിരിക്കുമല്ലോ, ഫ്ലിപ്കാർട്ട് ആയിരിക്കുമല്ലോ ഐഫോൺസ് വാങ്ങിച്ചായിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര ഓഫർ ഫ്ലിപ്കാർട്ടിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കൊണ്ട് നമ്മുടെ ഇവിടെ ഡയറക്റ്റ് ഇമാജിനിലും അതുപോലെ തന്നെ അവരെ വേറെ ഏജൻസികളൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പണിയൊക്കാൻ പറയും. ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ വാറണ്ടി ഉള്ളത് തന്നെ വലിയ കാര്യമായിട്ട് അവർ നോക്കുന്നില്ല. എന്ന് വെച്ചാൽ അവരെന്ന് വെച്ചാൽ ബ്രാൻഡ് സർവീസ് സെൻ്റർ അല്ല, അതാണ് ഇഷ്യൂസ് അവിടെ.
അപ്പോൾ അങ്ങനെ കുഴപ്പങ്ങളുണ്ട്. പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ട് ഭയങ്കര സർവീസായിരുന്നു. വെച്ചാൽ അധികം ആളുടെയിലൊന്നും ഐഫോൺ ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. ചവറ് പോലെ പണ്ട് നമ്മുടെ ലോക്കലായ നോക്കിയ 1110 ഇല്ല, അതുപോലെ ഇപ്പോൾ അപ്പോൾ അത് അത്ര അധികം ആൾക്കാരാണ്. അപ്പോൾ വേണേക്കാൻ പറയും അവരുടെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ബില്ല് സംഭവിക്കുകയാണെങ്കിൽ അവർ പിന്നെയും നോക്കുന്നുണ്ട്. അല്ലാത്തൊരു പണിയൊക്കാനാണ് പറയണത്. എന്ന് വെച്ചാൽ വേറെ ഓപ്ഷൻസ് ഇല്ല. അല്ലെങ്കിൽ പിന്നെ വേറെ ഇതുപോലെ തന്നെ ഇമാജിൻ്റെ പോലത്തെ ഒരു 2-3 ആളുണ്ട് നമ്മുടെ ഇവിടെ. അതിൽ പോയി നോക്കാൻ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിലും തന്നെ മുംബൈയിലേക്ക് പോകേണ്ട ഒരു ഒഫീഷ്യൽ സ്റ്റോറിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ അവിടെ പോയി അത്യാവശ്യം കുറച്ചുകൂടി ഇതിലാണ്ട് കിട്ടും. പക്ഷേ എളുപ്പമല്ലല്ലോ. അവിടെ ഉള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് പണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ OnePlus ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ എല്ലാ മോഡൽസുകൾക്കും. പക്ഷെ അവർ പഴയ മോഡൽസുകൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു ഇടിയോട്ട് മൂവ്മെന്റ് തന്നെ അവർ ചെയ്തു OnePlus. ഇനിയിപ്പോൾ അത് ആൾക്കാർക്ക് ധൈര്യമായിട്ട് OnePlus ഫോൺ എടുക്കാമല്ലോ. എന്ന് വെച്ചാൽ അവർക്കത് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു പേടിയൊന്നുണ്ടായിരുന്നു. OnePlus കുറേ പേര് ഇങ്ങനെ അതുകൊണ്ട് തന്നെ അവർക്ക് സെയിൽസ് ഡൗൺ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ റിയാക്ട് ചെയ്തു. ഇനിയിപ്പോൾ എല്ലാ ആൾക്കാർ വിചാരിച്ചു ഇനി നടക്കുള്ളൂ. അപ്പോൾ ഐഫോണിൻ്റെ പിന്നാലെ ആൾക്കാർ ഇങ്ങനെ എന്തോ ഒരു സ്വർണ്ണ സാധനമാണെന്ന് വിചാരിച്ച് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് സെയിൽസ് കുറഞ്ഞാൽ തന്നെ അവർ തിരിഞ്ഞു നോക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു പണിയൊക്കാൻ പറയും. അപ്പോൾ ഇതെല്ലാം കയ്യിലിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ തന്നെയാണ്. ഏത് സാധനമായാലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ റിയാക്ഷൻ വന്നില്ലെങ്കിൽ അവർ പിന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ S23 സീരീസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രത്യേകിച്ച് നവംബർ അപ്ഡേറ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ തോന്നുന്നു. വെച്ചാൽ ഞാൻ 2 ഡിവൈസ് എൻ്റെ ഉണ്ടായിരുന്നു. രണ്ടിലും ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 വീക്ക് ആയതുകൊണ്ട് ഇഷ്യൂസ് ഒന്നും പോകുന്നില്ല. പറയുമ്പോൾ ഞാൻ അത് സ്പെസിഫൈ എടുത്ത് പറയട്ടെ. രണ്ടും എൻ്റെ അണ്ടർ വാറണ്ടിയിൽ വരുന്ന ഫോണുകളാണ് കേട്ടോ. അത് ഞാൻ സ്പെസിഫൈ എടുത്ത് പറയാണ്. അപ്പോൾ രണ്ടും ഇതുവരെ ഇഷ്യൂസും ഫേസ് ചെയ്തിട്ടില്ല. ഉണ്ടാകുന്ന ബഗ്ഗുകളൊക്കെ ചെറുതായിട്ട് ഫിക്സും ആയിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റ് എന്തായാലും എൻ്റെ സൈഡിൽ നിന്ന് വരുന്ന തംസപ്പ് തന്നെയാണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എനിക്ക് S23 അൾട്രാ സീരീസിൽ പ്രത്യേകിച്ച് ക്യാമറ ആപ്പിന് വരെ നമുക്ക് ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഡീഗ്രഡേഷൻ സംഭവം നമ്മൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മൾ 2 ചാനൽസ് കാണുന്നതിന് കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗിൽ നിന്നാണ് അടുത്ത കാണാം. ബൈ.